ആ ലിസ്റ്റ് പ്രകാരമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ടില്ലേ? ആ നിങ്ങൾ പേടിക്കാതെ, ഈ സുരേന്ദു ഒരു പൂജ ഏറ്റാതെ ഏറ്റതാണ്. അപ്പോൾ നാളെ വെളുപ്പിനെ ഞാനങ്ങെത്തും, ബാധ ഒഴിപ്പിച്ച് ഞങ്ങളുടെ കൈ തരും. അപ്പോൾ ഓക്കെ. ആരാ? പേടിക്കണ്ട ചേട്ടാ, ചേട്ടൻ ഇന്നലെ ഒരു ബാധ ഒഴിപ്പിക്കാൻ വന്നായിരുന്നില്ലേ? ആ ബാധ ഞാൻ അറിഞ്ഞു. പ്രേതമാണോ? പ്രേതല്ല, ഞാൻ ഡെലോലൻ. ഡെലൂലൂന്ന് കേട്ടിട്ടുണ്ട്. എന്താ ഈ ഡെലോലൻ? ആത്മാവ് പെണ്ണാണെങ്കിൽ ഡെലൂലു, ആണാണെങ്കിൽ ഡെലോലൻ അറിഞ്ഞു. നീ എന്താ എന്റെ വണ്ടി കയറിയിരിക്കണേ? ഞാൻ മരിക്കണതിന് മുന്നേ ഒരു യെസ് കേട്ടായിരുന്നു. അത് ആരാണെന്നൊന്ന് മന്ത്രവാദി കണ്ടുപിടിച്ചറിഞ്ഞു. ഞാൻ മന്ത്രവാദിയൊന്നുമല്ല, ഞാൻ പൂജാരിയാണ്. എന്തായാലും ശരി. നിന്റെ വീട് സ്ഥലമൊക്കെ എവിടെ നിനക്ക് അറിയാമോ? എനിക്കൊന്നും ഓർമ്മയില്ല. ഒരു യെസ് ആരോ പറഞ്ഞായിരുന്നു, അത് ഞാൻ കേട്ടായിരുന്നു. കേട്ടായിരുന്നു. കോതമംഗലമാണോ മൂവാറ്റുപുഴയാണോ? മൂവാറ്റുപുഴ. പെട്ടെന്ന് നമുക്കൊന്ന് മൂവാറ്റുപുഴയ്ക്ക് പോവാം. യെസ് പറഞ്ഞ ആരാന്ന് കണ്ടുപിടിക്കാലോ. ആദ്യം നിന്റെ ഒരു ഫോട്ടോ എടുക്കാം നമുക്ക്. അത് വെച്ച് അന്വേഷിക്കാം. എന്നെ ഫോട്ടോയിൽ കിട്ടില്ലായിരുന്നു. നിന്റെ വൃത്തിയുടെ രൂപം ഒന്ന് മാറ്റിയാൽ ഞാൻ നിന്നെ വരയ്ക്കാം. ഞാൻ അസലെടുന്നാലും വരയ്ക്കേ. ഇപ്പോൾ ഓക്കെ ആണോ? ഈ എറണാകുളം മുടികളവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ആ മൂവാറ്റുപുഴ വിമൻസ് കോളേജിൻ്റെ ഫ്രണ്ടിൽ നിൽക്കാറുണ്ട്. അയ്യേ. ഇവൻ്റെ പേര് പുരാണങ്ങളിലുള്ളൊരു പേരാണ്. ഇച്ചിരി കട്ടിയുള്ള പേരാ. ധൃതരാഷ്ട്രൻ, ദുര്യോധനൻ, ദൃഷ്ടദ്യുമ്നൻ, വിശ്വാമിത്രൻ. വിശ്വമിത്രനല്ല, വിഷ്ണു. ഇവനിപ്പോൾ എവിടെ എന്താ പറ്റിയെന്നല്ലോ അറിയോ? എന്താ പറ്റിയെന്ന് എനിക്കറിയാമല്ല. അവൻ എപ്പോൾ കണ്ടാലും എന്നോട് കടം ചോദിക്കും. ഞാൻ അപ്പം തന്നെ നോ എന്ന് പറയും. അയ്യേ, ഇതാ വായി നോക്കി വിഷ്ണു അല്ലേ? ഇവൻ എന്നെ ഒരു 15 പ്രാവശ്യം പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ നോ പറഞ്ഞു. ഇവന്റെ കാര്യം പറഞ്ഞുകൊണ്ട് എന്റെ പുറകെ വരണ്ട. നോ നോ നോ. എവിടെ ചെന്നാലും നോ നോ നോ. എടാ, ഈ രാജ്യത്ത് ഒരാളെങ്കിലും നിന്നോട് യെസ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇത്രയും ഗതികെട്ട ഒരു പ്രയത്നം ഞാൻ എന്റെ കരിയറിൽ കണ്ടിട്ടില്ല. നീലക്കുയിൽ, നീർമാതളം, അനുഭൂതി, നീലക്കടൽ. അയ്യേ, ഇതൊക്കെ ഏതാ ടെലിഗ്രാം ഗ്രൂപ്പ്? നീ ഇന്നലെ രാത്രി എന്റെ ഫോൺ എടുത്തായിരുന്നോ? ഞാൻ തപ്പില്ല ഏട്ടാ ഈ കാര്യങ്ങൾ. എത്രയും പെട്ടെന്ന് കെട്ടി പോകാം. നിന്റെ യെസ് എങ്ങനെയെങ്കിലും ഞാൻ കണ്ടുപിടിച്ചു തരാം. ഇത് തന്നെ സ്ഥലം. ഫ്ലാഷ് ബാക്ക്. ചേട്ടാ, കരിമൂർഖൻ. അയ്യേ, പെണ്ണുങ്ങളുടെ കുളിക്കടവിൽ ഒളിഞ്ഞു നോക്കി പുറകിൽ നിന്ന് മൂർഖൻ പാമ്പ് കൊത്തിയാടാ നീ ചത്തത്. ഇത്ര വൃത്തികെട്ടൊരു മരണം. എടാ, അപ്പൊ നീ കേട്ടത് യെസ് അല്ല, മൂർഖൻ പാമ്പ് എന്നും പറഞ്ഞാക്കുന്നതാടാ. ആരുടെ അവിടെ ഒളിഞ്ഞു നോക്കണേ? ഒരുത്തൻ ചത്തപ്പതേ അടുത്ത. അയ്യോ, ഒന്നും കണ്ടില്ല ചേച്ചി. ചെമ്പാ പല ഭക്തവാനി പന്തി കുളു